നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ CBI റെയ്ഡ് നടത്തി. നിലവിൽ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുന്നതിനിടെയാണ് മഹുവയ്ക്ക് തിരിച്ചടിയായി CBIയുടെ റെയ്ഡ് നടന്നത്. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നതിന് കോഴ വാങ്ങിയ സംഭവത്തിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദാനി ഗ്രൂപ്പിനെതിരെയും പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനായി ദർശൻ ഹിരാനന്ദയിൽ നിന്നും കോഴ വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ മഹുവയ്ക്കെതിരായി ഉയർന്നിരുന്നു. ആരോപണങ്ങൾ പരിശോധിച്ച CBI പ്രാഥമിക റിപ്പോർട്ട് ലോക്പാലിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് തുടർ നടപടിക്കായി ലോക്പാൽ ഉത്തരവിട്ടത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മഹുവ മൊയ്ത്രയുടെ ലോഗിൻ വിവരങ്ങൾ ദർശൻ ഹിരാനന്ദയുമായി പങ്കുവച്ചുവെന്ന് തെളിഞ്ഞത്. തുടർന്ന് മഹുവയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയും പാർലമെന്റിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് മഹുവ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണ്. രാഷ്ട്രീയത്തിൽ എന്നും വിവാദ നായികയുടെ സ്ഥാനമാണ് മഹുവ മൊയ്ത്രയ്ക്കുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദാനി ഗ്രൂപ്പിനെയും ലക്ഷ്യമിട്ട് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വ്യവസായിയായ ദർശൻ ഹിരാനന്ദയിൽ നിന്ന് മഹുവ പണം സ്വീകരിച്ചുവെന്ന ആരോപണമാണ് മഹുവയെ ഇപ്പോൾ വെട്ടിലാക്കിയത്. ഇതിനായി തന്റെ ലോഗിൻ ID ഹിരാനന്ദയുമായി പങ്കിട്ടിട്ടുണ്ടെന്നും ഹിരാനന്ദയുടെ ദുബായിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മഹുവയുടെ ലോഗിൻ ID ഒന്നിലധികം തവണ ഉപയോഗിച്ചുവെന്നുമൊക്കെയാണ് അവർക്കെതിരെയുണ്ടായ ആരോപണം. നിരഞ്ജൻ ഹിരാനന്ദാനി എന്ന വൻകിട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ മകനും ഹിരാനന്ദാനി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ CEOയുമായ ദർശൻ മഹുവയുടെ അടുത്ത സുഹൃത്താണ്. ഒരു സമയത്ത് ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ദർശൻ ഒടുവിൽ മഹുവയെ കുടുക്കുന്ന തുറുപ്പ് ചീട്ടുകളായിരുന്നു അവർക്കെതിരെ എറിഞ്ഞത്. മഹുവയ്ക്കെതിരെ ഹിരാനന്ദാനി നൽകിയ സത്യവാങ്മൂലത്തിലൂടെ രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്ത മഹുവയുടെ മറ്റൊരു മുഖമാണ് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. മഹുവയുടെ ഡൽഹിയിലെ MP ഫ്ളാറ്റ് കോടികൾ നൽകി പുതുക്കി കൊടുത്തത് മുതൽ വില കൂടിയ ചെരുപ്പ്, ബാഗ്, സുഗന്ധദ്രവ്യങ്ങൾ, വിദേശ യാത്രകൾ എന്നിവയെല്ലാം തന്നോട് മഹുവ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെന്നും ദർശൻ ഹിരാനന്ദാനി വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങൾ ചോർന്നു കിട്ടുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് പാർലമെന്റ് ആക്രമണം പോലും നടത്താമായിരുന്നു എന്ന സാഹചര്യമാണ് മഹുവ സൃഷ്ടിച്ചതെന്ന് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. പാർലമെന്റിൽ മഹുവ ചോദിച്ച 61 ചോദ്യങ്ങളിൽ 50ഉം ഹിരാനന്ദാനി ഗ്രൂപ്പിന് വേണ്ടിയുള്ളതായിരുന്നുവെന്നും എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. മോദിയെയും അദാനി ഗ്രൂപ്പിനെയും കടുത്ത ഭാഷയിൽ എതിർക്കുന്ന നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷത്ത് തിളങ്ങുകയായിരുന്ന മഹുവയുടെ താരതിളക്കം ഇപ്പോൾ കെട്ടുപോയിട്ടുണ്ട്.